H2O7 Na2O Al2O3CO ഇതിലെ അസിഡിക് ഓക്സൈഡ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസിഡിക് ഓക്സൈഡ് ഇങ്ങനെ ഓർത്തിരിക്കുക. ഒരു പീരിയഡിൽ മുമ്പോട്ട് പോകുന്തോറും ഓക്സൈഡുകളുടെ അസിഡിറ്റി എന്ത് ചെയ്യുന്നു? അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പീരിയഡിൽ മുമ്പോട്ട് പോകുന്തോറും ഓക്സൈഡുകളുടെ അസിഡിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോ Na2O ഏറ്റവും ലീസ്റ്റ് അസിഡിക് ആയിരിക്കും എന്ന് വെച്ചത് ബേസിക് ഓക്സൈഡ് ആണ്. ഇനി അടുത്ത് വരുന്നത് ആരാ? സോഡിയം കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? അലൂമിനിയം. അടുത്ത പീരീഡിൽ അടുത്ത ഏതാണ് എലമെന്റുകൾ വരുമ്പോൾ ഏതാണ്? അലൂമിനിയം ആണ് 13ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന അലൂമിനിയം. കാർബൺ അല്ല, അലൂമിനിയം വരും. ക്ലിയർ? Al2O3 ആണ്. Al2O3 ആംഫോട്ടറിക് ആണ്. Al2O3 ആംഫോട്ടറിക് ആണ്. ഇനി വരുന്ന കാർബൺ ആണ്. കാർബൺ 14ാമത്തെ ഗ്രൂപ്പിലാണ്. CO. ഈ CO എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് കേട്ടോ. CO എന്താണ്? ന്യൂട്രൽ ഓക്സൈഡ് ആണ്. പക്ഷെ CO2 ആണെങ്കിൽ അത് അസിഡിക് ആണ് കേട്ടോ. CO ന്യൂട്രൽ ഓക്സൈഡും CO2 അസിഡിക് ഓക്സൈഡുമാണ്. ഓർത്തിരിക്കുക. ഇനി Cl2O7 അറ്റത്തേക്ക് പോയി. എത്രയായി? 17ാം ഗ്രൂപ്പായി. Cl2O7 ഉറപ്പായിട്ട് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. Cl2O7 ആണ് അസിഡിക് ആയ ഓക്സൈഡ്. ബേസിക് ചോദിച്ചാൽ ഏറ്റവും ആദ്യം വരുന്ന Na2O. അപ്പൊ ഒരു പീരീഡിന് മുമ്പോട്ട് പോകുന്നതോറും അസിഡിറ്റി എന്ത് ചെയ്യുന്നു? ഓക്സൈഡുകളുടെ ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്നതോറും ബേസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഓർത്തോട്ടോ, ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്നതോറും ബേസിറ്റി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. പീരീഡ് മുമ്പോട്ട് പോകുമ്പോൾ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ഓർത്തിരിക്കും. ഇങ്ങനെ കണ്ടെത്താൻ അറിയാം. Na2O ഏറ്റവും ആദ്യം വന്ന ആളാണ്. അസിഡിറ്റി ഒട്ടുമില്ല, ബേസിക് ആണ്. Al2O3 മിഡിലിൽ വന്നു. അത് ആംഫോട്ടറിക് ആണ്. പകുതി അസിഡിക്കും പകുതി ബേസിക്കും. CO പോട്ടെ, CO ന്യൂട്രൽ ഓക്സൈഡ് എന്ന് കാണാതെ പഠിക്കണം. പക്ഷെ CO2 ആണെങ്കിൽ അസിഡിക് ആയി കേട്ടോ. പുറത്തിരിക്കുക. Cl2O7 ഏതാ? അസിഡിക് ആണ്. ക്ലിയർ ആയില്ലത്? അടുത്ത ജസ്റ്റിഫൈ ദ ഫോളോയിങ്. നിയോൺ ഹാസ് പോസിറ്റീവ് വാല്യൂ ഫോർ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. നിയോണിന്റെ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി വരാനുള്ള കാരണം എന്താണ്? നിയോണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 10 ആണ്. കോൺഫിഗറേഷൻ ചെയ്ത് വെക്കാം. 1s2 2s2 2p6 എന്നാണ്. എന്ന് വെച്ചാൽ 2s2 2p6 8 electrons in the outermost shell. 8 electrons in the outermost shell. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്? 8 ഇലക്ട്രോൺ ഉണ്ട്. ഇതൊരു നോബിൾ ഗ്യാസ് ആണ്. ഈ നോബിൾ ഗ്യാസുകൾക്ക് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. 8 ഇലക്ട്രോൺ ആണ്. ഇനി ഒരു ഇലക്ട്രോൺ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇലക്ട്രോണിനോട് യാതൊരു താല്പര്യമില്ല. പിടിയോ? അപ്പോ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവർ ഇലക്ട്രോണിനെ സ്വീകരിക്കുള്ളൂ. ഇലക്ട്രോണിന് എനർജി അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇലക്ട്രോണിന് ഇവര് സ്വീകരിക്കുള്ളൂ. അതായത് കുത്തിക്കയറ്റണം നടത്തും. ക്ലിയർ? അങ്ങനെ വരുമ്പോൾ എനർജി അങ്ങോട്ട് റിക്വയർഡ് ആണ്. ക്ലിയർ? സോ അപ്പോ എന്താണ്? ദർ ഈസ് നോ നീഡ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്തില്ല? അവർക്ക് ആവശ്യമില്ല. ക്ലിയർ? സോ എനർജി ഈസ് റിക്വയർഡ്. ടു ആഡ് ഇലക്ട്രോൺ. എനർജി ആവശ്യമാണ് ഇലക്ട്രോൺ കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം. റിക്വയർഡ് ടു ആഡ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി അങ്ങോട്ട് കൊടുക്കണം. അതുകൊണ്ട് എനർജി അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സോ എന്തായിരിക്കും? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഈസ് പോസിറ്റീവ്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്തായിട്ട് മാറി? പോസിറ്റീവ് ആയിട്ട് മാറി. ഇലക്ട്രോൺ എനർജി ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ എനർജി ലിബറേറ്റ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. സാധാരണ എല്ലാ കേസിലും എനർജി ലിബറേറ്റ് ചെയ്യാണ്. പക്ഷെ നോബിൾ ഗ്യാസിന്റെ കേസിൽ മാത്രം എനർജി അങ്ങോട്ട് കൊടുത്താലേ ഇലക്ട്രോൺ അവർ എടുക്കുള്ളൂ. എടുക്കൂല, കുത്തിക്കയറ്റണം കേട്ടോ. അപ്പൊ എനർജി അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് എന്തായി പോയത്? പോസിറ്റീവ് ആയത്. മനസ്സിലായത്? അപ്പൊ ഓർത്തിരിക്കുക, നിയോൺ ആറ്റോമിക് നമ്പർ 10 ആണ്. 1s2 2s2 2p6. ദാറ്റ് മീൻസ് 8 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ. ഇറ്റ് ഈസ് എ നോബിൾ ഗ്യാസ്. ക്ലിയർ? അതുകൊണ്ട് നോബിൾ ഗ്യാസ് ആയതുകൊണ്ട് there is no need of electron. അവർക്ക് എന്തില്ല? ഇലക്ട്രോണിന്റെ യാതൊരു ആവശ്യമില്ല. സോ എനർജി ഈസ് റിക്വയർഡ് ടു ആഡ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോൺ ആഡ് ചെയ്യണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇലക്ട്രോൺ എന്താൽപ്പി എന്തായി? പോസിറ്റീവ് ആയി. ഓക്കെ. Then the size of Al3+ is lower than that of F-. സിമ്പിൾ അല്ലേ? Al3+ ഉം F- ഇലക്ട്രോൺ നോക്കണം. Al3+ എന്ന് പറയുമ്പോൾ 13 - 3 10 ഇലക്ട്രോൺ ആണ്. ഇനി F- എന്ന് പറയുമ്പോൾ 9 + 1 10 ഇലക്ട്രോൺ തന്നെയാണ്. രണ്ടുപേരും ഐസോ ഇലക്ട്രോണിക് ആണെന്നുള്ള കൺക്ലൂഷൻ എത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും എന്താണ്? ഐസോ ഇലക്ട്രോണിക് ആണ്. ഈ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസില് നിങ്ങൾക്കറിയാം എന്താണ്? പോസിറ്റീവ് കൂടുന്തോറും സൈസ് കുറയും. ക്ലിയർ? വെൻ പോസിറ്റീവ് ചാർജ് ഇൻക്രീസസ്
പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്തോറും സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നെഗറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്യുന്തോറും എന്ത് ചെയ്യുന്നു? സൈസും ഇൻക്രീസ് ചെയ്യുന്നു. ക്ലിയർ? അതുകൊണ്ട് എഫ് മൈനസ് ഈസ് ഗ്രേറ്റർ ദാൻ Al3+ based on size. മനസ്സിലായില്ലേ? ഇതാണ് റീസൺ. Al3+ and F- are isoelectronic. In the case of isoelectronic species, when positive charge increases, size decreases. There. And negative charge increases, size increases. So F- is greater than Al3+ based on size. ഇതാണ് റീസൺ. മനസ്സിലായില്ലേ? അപ്പൊ Al3+ ലോവർ ഇൻ സൈസും F- ഹയർ ഇൻ സൈസുമാണ്. ഇതാണ്. Okay. Then അടുത്തേക്ക് വരുന്നു. Among N3-, O2-, F- Na+ and Al3+, which one has the smallest size? Simple. എല്ലാവരും ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഇവരെന്താണ്? ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അപ്പൊ സ്മോൾ സൈസ് ആരായിരിക്കും? ചിന്തിക്കേണ്ട. Al3+ ആണ് സ്മോൾ സൈസ്. ഏറ്റവും ലാർജ് സൈസ് ആരാ? N3- ആണ് ലാർജ് സൈസ്. പക്ഷേ നെഗറ്റീവ് കൂടുന്തോറും സൈസ് കൂടും, പോസിറ്റീവ് കൂടുന്തോറും എന്ത് ചെയ്യും? സൈസ് കുറയും. ക്ലിയർ ആയത്? ഇതാണ് അറേഞ്ച്മെന്റ്. ഓക്കെ. ദെൻ അടുത്തത്. Give reasons for the following. O has lower ionization enthalpy than N. ഇനി പറയുന്നില്ല. Than N and F ഉണ്ട്. അപ്പൊ ഓക്സിജന് ലോവർ അയണൈസേഷൻ താല്പര്യമാണ് ദാൻ നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ. പറയാം. നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആണ്. ഓക്കെ. നൈട്രജനെ അപേക്ഷിച്ച് ഓക്സിജൻ സ്മോൾ സൈസ് ആണ്. പക്ഷേ നൈട്രജൻ എന്താണ്? ഈ കോൺഫിഗറേഷൻ നോക്കുമ്പോൾ 2p3 എന്ന് പറയുന്നത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. ഓക്സിജൻ 2p4 ആണ്, അൺസ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അതാണ് നൈട്രജന് ഓക്സിജനേക്കാൾ കൂടാനുള്ള കാരണം. ഇനി ഫ്ലൂറിന് കൂടാനുള്ള കാരണം എന്താണ്? ഓക്സിജനേക്കാൾ സൈസ് കൂടുതലാണ് ആർക്ക്? കുറവാണ് ആർക്ക്? ഫ്ലൂറിന്. അപ്പൊ ഫ്ലൂറിന് ലോ സൈസ് ആണ്, ലോവർ സൈസ് ആണ് ദാൻ ആരാ? ഓക്സിജൻ. ഓക്സിജനേക്കാൾ ലോവർ സൈസ് ആണ് ഫ്ലൂറിന്. കാരണം ഓൺ മൂവിംഗ് എലോങ് എ പീരിയഡ് സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസസ്. അപ്പൊ ഫ്ലൂറിന് ലോവർ സൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കൂടും? ഇലക്ട്രോൺ ഗെയിൻ, അയണൈസേഷൻ താല്പി കൂടും എന്നുള്ളത് നാട്ടു നടപ്പുള്ള കാര്യമാണ്. ക്ലിയർ? അപ്പൊ ഇതാണ് റീസൺ. എന്തൊക്കെ? ഒന്ന്, നൈട്രജന് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഉള്ളത് ഓക്സിജനേക്കാൾ കൂടാനുള്ള കാരണമായി. ഫ്ലൂറിന് സ്മോൾ സൈസ് എന്നുള്ളത് എന്താണ്? ഓക്സിജനേക്കാൾ അയണൈസേഷൻ താല്പി കൂടാനുള്ള അടുത്ത കാരണം. മനസ്സിലായത്? ഇതാണ്. Chlorine has higher negative electron gain enthalpy than fluorine. അറിയാം. Small size of fluorine, electron repulsion. Large size of chlorine, no repulsion. That is okay. Then the symbol of the element with the atomic number 118. 118 നമുക്കറിയാന്നേ. 1 എന്ന് പറയുന്ന പേരെന്താ? അൺ. ഇനി അടുത്ത 1 വീണ്ടും അൺ. അല്ലേ? 8 എന്നാ പറഞ്ഞേ? ഒക്ട്. അപ്പോ പേര് UN ഒക്ട് എം. ആൻസർ എന്തായിരിക്കും? UUO. UUO എന്നാണ് അൺ ഒക്ട്. ഓക്കെ. ദെൻ അടുത്തത്. Write the general outer electronic configuration of d block elements. d block element general outer electronic configuration നമ്മൾ ഒന്ന് എഴുതുകയാണ്. N-1 D 1 to 10, NS 1 to 2. NS 1 to 2 എന്നാണ്. N outer shell, N-1 തൊട്ട് അടുത്തുള്ള ഷെല്ല് penultimate shell. അടുത്തത്. The first ionization enthalpy of sodium is lower than that of magnesium, but its second ionization enthalpy higher than that of magnesium. Explain. ഇവിടെ പറഞ്ഞതാണ് രണ്ട് പ്രാവശ്യം. Okay. Then അടുത്തത്. Identify the positions of aluminium Z equal to 13, atomic number 13 ആണ്, and sulfur atomic number 16 in the periodic table with the help of their electronic configurations. Predict the formula of the compound formed between them. ഇവരുടെ കോമ്പൗണ്ടുകളുടെ ഫോർമുലയും പറയണം. എഴുതാൻ ഈസി അല്ലേ? അലൂമിനിയം ആണ്. അലൂമിനിയം ആറ്റോമിക് നമ്പർ 13 ആണ്. 1s2, 2s2, 2p6, 3s2, 3p1 ആണ് അലൂമിനിയം. ഇനി ഇതൊരു പീസ് 1 കോൺഫിഗറേഷനുള്ള ആളാണ്. അപ്പൊ പീരിയഡില് ആരാ നോക്കുക? പീരിയഡിൽ വരുന്നത് എന്താണ്? എസിൽ 2, ഡിയിൽ 10, പിന്നെയാണ് പിയിൽ 1. അപ്പൊ 12 ഇത് 13ാമത്തെ ഗ്രൂപ്പിലാണ്. 13ാമത്തെ ഗ്രൂപ്പാണ്. ഇനി പീരിയഡോ
അവസാനിക്കുന്ന ലാസ്റ്റ് ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് പീരിയഡ്. അപ്പൊ ഇത് തേർഡ് പീരിയഡ് ആണ് കേട്ടാ. തേർഡ് പീരിയഡിലെ 13ാമത്തെ ഗ്രൂപ്പിലാണ് ആര് കിടക്കുന്നത്? അലൂമിനിയം കേട്ടാ. തേർഡ് പീരിയഡിലെ 13ാമത്തെ ഗ്രൂപ്പിലാണ് അലൂമിനിയം. ഓക്കെ, അടുത്തത് ഇനി സൾഫർ ആണ്. സൾഫർ ആറ്റോമിക് നമ്പർ 16, 1s2, 2s2, 2p6 10, 3s2, 3p എത്ര വരും? 12 4 16, 3p4 ആണ്. ഗ്രൂപ്പ് കണ്ടുപിടിക്കുക വേണ്ട, 3 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ പീരിയഡ് 3 തന്നെയാണ്. പീരിയഡ് ഏതാണ്? 3 ആണ്. ഓക്കെ, പീരിയഡ് എന്താണ്? 3 ആണ്. ഇനിയോ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ p4 ആണ്. അപ്പൊ എസിൽ 2, ഡിയിൽ 10, പിയില് 4. 10 × 12 4 16ാമത്തെ പീരിയഡ് ഗ്രൂപ്പിലാണ്. 16ാമത്തെ ഗ്രൂപ്പിലാണ് ആരുള്ളത്? സൾഫർ ഉള്ളത്. എന്താ തേർഡ് പീരിയഡ് 13ാമത്തെ ഗ്രൂപ്പില് ആരാ? അലൂമിനിയവും. തേർഡ് പീരിയഡിൽ തന്നെ 16ാമത്തെ ഗ്രൂപ്പില് സൾഫറും. കണ്ടോ? ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഇവർ രണ്ടുപേരും നമ്മൾ ഉണ്ടാവുന്ന കോമ്പൗണ്ട് പറയാം. ഇതിൽ കണ്ടോ 3s2 3p1 ആണ് അലൂമിനിയത്തിന്റെ കോൺഫിഗറേഷൻ. എന്ന് വെച്ചാൽ അലൂമിനിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് എത്രയാ? 3 ആണ്. ഔട്ടർ ഷെല്ലില് 3 ഇലക്ട്രോൺ ഉള്ളൂ, ആ 3 കളയുള്ളൂ അലൂമിനിയം. അപ്പൊ 3 ആണ് വാലൻസി. സൾഫർ 3s2 3p4 ആയി. 3p4 എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായി? ഒക്ടറ്റ് ആയില്ലേ? അപ്പൊ വാലൻസി അത് അലൂമിനിയത്തിന്റെ 3ഉം സൾഫറിന്റെ വാലൻസി ഓഫ് സൾഫർ 2ഉമാണ് കേട്ടാ. വാലൻസി ഓഫ് സൾഫർ 2ഉമാണ്. മനസ്സിലായില്ലേ? അതായത് ഇവിടെ എന്താണ് തേർഡ്? ഇവിടെ നോക്കുക 3 ഔട്ടർ ഷെല്ലുള്ളൂ, ആ 3 കളയുള്ളൂ. 5 വാങ്ങുന്നതിൽ നല്ലത് 3 കളയാണ്. അപ്പോ 3 ആയിരിക്കും ഇതിന്റെ വാലൻസി. ഇവിടെ കണ്ട 6 ഉണ്ട്. 6 2 വാങ്ങുള്ളൂ. അപ്പോ 2 ആയിരിക്കും ഇത് സൾഫറിന്റെ വാലൻസി. വേറെ ഇനി നമ്മള് അലൂമിനിയം സൾഫറും ഫോർമുല എഴുതുമ്പോൾ AlS എഴുതും. എന്നിട്ട് അലൂമിനിയത്തിന്റെ വാലൻസി സൾഫറിന്റെ എണ്ണവും സൾഫറിന്റെ വാലൻസി അലൂമിനിയത്തിന്റെ എണ്ണവുമായിരിക്കും. Al2S3 എന്നായിരിക്കും ഫോർമുല. അലൂമിനിയത്തിന്റെ വാലൻസി സൾഫറിന്റെ എണ്ണവും സൾഫറിന്റെ വാലൻസി അലൂമിനിയത്തിന്റെ എണ്ണവും എന്ന് വെച്ചാൽ ഫസ്റ്റിന്റെ വാലൻസി സെക്കൻഡ് നമ്പറും സെക്കൻഡ് വാലൻസി ഫസ്റ്റ് നമ്പറും ആയിരിക്കും ഏതാ കോമ്പൗണ്ട് ഫോർമേഷൻ. അപ്പോ Al2S3 എന്നായിരിക്കും ഫോർമുല. മനസ്സിലായില്ലത്? ഓക്കെ, അടുത്ത് give the IUPAC name of the element with atomic number 117. 1 un, വീണ്ടും 1 un, 7 sept, IUM. ഇതാണ് സംഭവം. അൺസെപ്റ്റിയം. ഇനി ഫോർമുല ചോദിക്കണമെങ്കിലോ UUS എന്നായിരിക്കും. UUS. Okay. In the modern periodic table, elements in a given group have similar chemical properties. Give reason. ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾക്കെല്ലാം സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതിന്റെ കാരണം എന്താ? സെയിം ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. സെയിം ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് ആൻസർ കേട്ടോ. സെയിം ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും. അപ്പോ സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും. സെയിം ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോ 13ാമത്തെ ഗ്രൂപ്പിൽ എല്ലാവരുടെയും ഇങ്ങനെയായിരിക്കും S2p1 ആയിരിക്കും. 14ാം ഗ്രൂപ്പിൽ വരുമ്പോൾ എന്തായിരിക്കും? എല്ലാവരും S2p2. 15ാം ഗ്രൂപ്പിൽ എല്ലാവരും S2p3 കണ്ടോ? ഇങ്ങനെയായിരിക്കും. ഇനി 1ാമത്തെ ഗ്രൂപ്പിൽ S1 ആയിരിക്കും. 2ാമത്തേൽ എല്ലാം S2 ആയിരിക്കും കണ്ടോ? ഇങ്ങനെയാണ് കണക്ക്. ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും സെയിം ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. അതാണ് അവർ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള കാരണം. ഓക്കെ, അടുത്ത് the ionic radius of fluoride ion is 136 pm while the atomic radius of fluorine is only 64. അതായത് ഫ്ലൂറിൻ എന്ന് പറയുന്നത് വെറും എത്രയാണ്? 64 പൈക്കോമീറ്റർ ഉള്ള ആളാണ്. എന്നാൽ F മൈനസ് ആയി കഴിഞ്ഞപ്പോൾ എന്തായി? 136 pm ആയി, പൈക്കോമീറ്റർ ആയി. എന്താണ് കാരണം? സിമ്പിൾ. F എന്ന് പറയുമ്പോൾ ഏതാ? നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അതായത് ഏതാണ്? ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ ഒരു മിനിമത്തിൽ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ F മൈനസ് ആയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? നമ്പർ ഓഫ് പ്രോട്ടോണിനേക്കാൾ കൂടുതലാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ ഡിക്രീസ് ചെയ്യും. അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലും തമ്മിലുള്ള കുറവായിരിക്കും. അപ്പോൾ ആറ്റം ഒന്ന് എന്ത് ചെയ്യും? പതുക്കെ എക്സ്പാൻഡ് ചെയ്യും.
അപ്പൊ അയോൺ ആയി കഴിയുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യും, അപ്പൊ സൈസ് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? അപ്പൊ ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലും തമ്മിലുള്ള അട്രാക്ഷൻ ഏതാ ഞാൻ അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ. ന്യൂക്ലിയസും ഔട്ടർ ഷെല്ലും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ആറ്റം ഒന്ന് എക്സ്പാൻഡ് ചെയ്യും കേട്ടാ, എക്സ്പാൻഡ് ചെയ്യും. അതാണ് കാരണം. ആ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് എന്ത് പറ്റുന്നത്? F മൈനസ് ലാർജ് സൈസ് ആയി മാറി. ക്ലിയർ? അത് ഏകദേശം ഡബിളിന്റെ 128 ഡബിൾ വരുള്ളൂ, അതിനേക്കാളും കൂടുതലാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ അത്രമാത്രം ഒന്ന് റിലാക്സ് ചെയ്യും. ഓക്കെ, അതാണ് സംഭവം. അടുത്ത് the second ionization enthalpy of an element is always greater than that of first ionization enthalpy. ഏതൊരു എലിമെന്റിന്റെയും സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി ഫസ്റ്റിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട് പറയാം? ഇപ്പോ ഒരു എലിമെന്റ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. എ എന്നാണ് എലിമെന്റ്. ക്ലിയർ? ഈ എ എന്നുള്ളത് എ പ്ലസ് ആയിട്ട് മാറി ഒരു ഇലക്ട്രോൺ കളയുന്നു. ഇതാണ് ഡെൽറ്റ H1 ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി. ക്ലിയർ? ഇനിയോ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ? എ പ്ലസിൽ നിന്നും ഒരു ഇലക്ട്രോൺ മാറ്റി A2+ ആവണം. കണ്ടോ? ഇതാണ് ഡെൽറ്റ H2. ക്ലിയർ? ഇപ്പോ ഡെൽറ്റ H2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ H1. കാരണം സെക്കൻഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് വേണ്ട ഫസ്റ്റ് ഇലക്ട്രോൺ. ക്ലിയർ? ഫസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്നാണ് റിമൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇലക്ട്രോൺ ഈസ് റിമൂവ്ഡ് ഫ്രം എ ന്യൂട്രൽ ആറ്റം. കേട്ടോ? ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്നാണ് ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത്. സോ എനർജി ഈസ് ലോ. എനർജി എന്താണ്? ലോ എനർജി മതി. ക്ലിയർ? കാരണം എന്താ? ചാർജ് ഇല്ലാത്ത ഒരാളിൽ നിന്നാണ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ എളുപ്പത്തിൽ ഇലക്ട്രോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? പക്ഷേ ഇൻ സെക്കൻഡ് കേസിൽ സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന എവിടെയാ? സെക്കൻഡ് ഇലക്ട്രോൺ ഈസ് റിമൂവ്ഡ് ഫ്രം എ മോണോപോസിറ്റീവ് അയോൺ. മോണോപോസിറ്റീവ് ആയിട്ടുള്ള അയോണിനാണ് റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ? ഒരു പോസിറ്റീവ് ആയ ആളിൽ നിന്ന് ഇനിയും പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇലക്ട്രോൺ റിമൂവ് ചെയ്യുക. അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമുണ്ട്. അപ്പൊ സെക്കൻഡ് ഇലക്ട്രോൺ ഈസ് റിമൂവ്ഡ് ഫ്രം എ മോണോപോസിറ്റീവ് അയോൺ. സോ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ്. ക്ലിയർ? സോ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ്. ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യം വരുന്നു. അതാണ് ഏതാ? സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി എപ്പോഴും ഫസ്റ്റിനേക്കാൾ കൂടാനുള്ള കാരണം. മനസ്സിലായില്ലത്? ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്നും സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ചാർജ് അയോണിൽ നിന്നുമാണ്. ഈ അയോണിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും? ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യം വരും. അതാണ് എപ്പോഴും സെക്കൻഡ് കൂടാനും ഫസ്റ്റ് കുറയാനുള്ള കാരണം. ഓക്കെ, അടുത്ത് ഡെവലപ്മെന്റ് ഓഫ് പീരിയോഡിക് ടേബിൾ ഹൗ മെയ്ഡ് ദ സ്റ്റഡി ഓഫ് എലിമെന്റ്സ് ആൻഡ് their compounds easier. കോമ്പൗണ്ടുകളെ കുറിച്ചും അവരുടെ ഏതാണ് ഫോർമേഷനെ കുറിച്ചും അവരുടെ എന്താണ് എലിമെന്റുകളെ കുറിച്ചും ഒക്കെ പഠിക്കാൻ എളുപ്പമുണ്ട്. സ്റ്റേറ്റ് ദ മോഡേൺ പീരിയോഡിക് ലോ. അറിയാം, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദി പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് their atomic numbers. What would be the IUPAC name of the element with the atomic number 114? 114 is the unquadrium. Unquadrium. ഇനി അണ്ണിന്റെ യു ക്വാഡിന്റെ ക്യൂ UUQ എന്നായിരിക്കും അതിന്റെ സിമ്പൽ. UUQ ആയിരിക്കും അതിന്റെ സിമ്പൽ. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് Which of the elements show least value of ionization energies in each period? ഓരോ പീരീഡിലും ഏറ്റവും ലീസ്റ്റ് വാല്യൂ അയനൈസേഷൻ എനർജി ആർക്കായിരിക്കും? ഏറ്റവും ലീസ്റ്റ് വാല്യൂ അയനൈസേഷൻ എനർജി ആൽക്കലി മെറ്റലിനായിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ് ആൽക്കലി മെറ്റൽ. അവർക്കായിരിക്കും അയനൈസേഷൻ താല്പര്യം ഏറ്റവും കുറവ് ഓരോ പീരീഡിലും. ക്ലിയർ? ആൽക്കലി മെറ്റലിന് ഏറ്റവും കുറവും നോബിൾ ഗ്യാസിന് ഏറ്റവും കൂടുതലും. ഓക്കെ, അടുത്തത് give reasons of the following. The first ionization enthalpy of oxygen is smaller compared to nitrogen. പറഞ്ഞു കഴിഞ്ഞു. Electronic enthalpy of fluorine is less than that of chlorine. പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് the element that has outer electronic configuration 3d5 4s1 belongs to. ഏത് ബ്ലോക്കിലാണ്? ഇവിടെ നോക്കുക, 3d5 4s1 എന്നാണ്. ശരിക്കും ഇതിന്റെ ആക്ച്വൽ കോൺഫിഗറേഷൻ 3d4 4s2 എന്നല്ലേ ശരിക്കും വരേണ്ടത്. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ഡിയിലേക്കാണ് പോയത്. അപ്പൊ ഏത് ബ്ലോക്കാ? ഡി ബ്ലോക്കാണ്. ഓപ്ഷൻ സി ആണ്, ഡി ബ്ലോക്കിലാണ്. ഇവിടെ 3d5 ഇൻകംപ്ലീറ്റ് ഡി സബ്ഷൻ നോക്കിയാണ്.
D10 ആണ് വരേണ്ടത്. ഇവിടെ ഇൻകംപ്ലീറ്റ് D5 ആണ് കിടക്കുന്നത്. അപ്പൊ അത് D ബ്ലോക്കിലാണ് പെടുക. മനസ്സിലായത്? Then അടുത്തത് identify the group and period of an element having atomic number 25 in the periodic table. 25 ആണ് കേട്ടോ. ആറ്റോമിക് നമ്പർ 25 ആണ്. 25 വരുമ്പോൾ എഴുതാൻ നമുക്ക് 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d5 ആയി. കറക്റ്റ് അല്ലേ? 4s2, 3d5 കൂട്ട് 2, 4, 10, 12, 6, 18, 20, 25 കേട്ടോ. മാംഗനീസ് ആണ് സാധനം കേട്ടോ. 25 ആരാണ്? മാംഗനീസ് ആണ്. ഓക്കെ, ഇനി നോക്കുക, ഞാൻ പറഞ്ഞത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് പീരിയഡ്. അപ്പൊ പീരിയഡ് ഈക്വൽ ടു 4. പീരിയഡ് 4 ആണ്, ഫോർത്ത് പീരിയഡ് ആണ്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള വഴി, ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഏതാ ലാസ്റ്റ് 3D ഡി ബ്ലോക്ക് ആണ് എലമെന്റ് ആണത്. D5 ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ എസിലെ 2, ഡിയിലെ എത്രയാ? 5. അപ്പോ ഇത് ഗ്രൂപ്പ് എത്രയാ? ഗ്രൂപ്പ് 7 ആണ് കേട്ടോ. ഗ്രൂപ്പ് 7 പീരിയഡ് 4. ഗ്രൂപ്പ് 7 പീരിയഡ് 4. ഓക്കെ, അടുത്തത് predict the formula of the stable binary compound that would be formed by the combination of the following pairs of elements. രണ്ട് പേര് ചേർന്ന കോമ്പൗണ്ട് ആണ് താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് പേരല്ല. ലിഥിയം ആൻഡ് ഓക്സിജൻ. ലിഥിയം ആൻഡ് ഓക്സിജൻ ആണ്. ലിഥിയത്തിന്റെ വാലൻസി 1 ആണ്, ഓക്സിജന്റെ 2 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ വാലൻസി ഇവന്റെ എണ്ണവും ഇവന്റെ വാലൻസി അവന്റെ എണ്ണവുമാണ്. അപ്പൊ ലിഥിയത്തിന്റെ വാലൻസി 1, ഓക്സിജന്റെ 1. ഓക്സിജന്റെ 2, ലിഥിയത്തിന്റെ 2. അതായത് കോമ്പൗണ്ട് ഏതാ? Li2O ആയിരിക്കും. ഏതാണ് കോമ്പൗണ്ട്? Li2O ആണ് കോമ്പൗണ്ട് ഫോം. അടുത്ത് അലൂമിനിയവും അയോഡിനും. അലൂമിനിയം അയോഡിൻ. അലൂമിനിയം എന്ന് പറയുന്നത് വാലൻസി 3, അയോഡിന്റെ വാലൻസി ഹാലോജൻ ആണ് 1. ഇനി അവന്റെ ഇങ്ങനെയാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വന്നത്. അപ്പൊ Al 1 I 3, Al I3 ആയിരിക്കും അലൂമിനിയം അയോഡൈഡിന്റെ ഫോർമുല. Al 1 I 3, Al I3 ഇതായിരിക്കും ഫോർമുല. ഓക്കെ, explain the general periodic trends of first ionization enthalpy along a period and a group in the periodic table. അതായത് ഒരു പീരിയഡിലും ഗ്രൂപ്പിലും ഫസ്റ്റ് അയനൈസേഷൻ താല്പര്യ ജനറൽ ട്രെൻഡ് എന്താണെന്ന് സിമ്പിൾ അല്ലേ? ഒരു പീരിയഡിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സൈസ് ഓഫ് ദി ആറ്റം എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യും. അപ്പോ അയനൈസേഷൻ താല്പര്യം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതിന്റെ റീസൺ എന്താ? അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ ഇൻക്രീസസ്. അതിന്റെ കാരണം എന്താണ്? അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ ഇൻക്രീസസ്. ഔട്ടർ ഷെൽ എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ് എന്നാണ് റീസൺ. ന്യൂക്ലിയസിനും ഔട്ടർ ഷെൽ തമ്മിൽ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അയനൈസേഷൻ താല്പര്യം ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ വന്നു കഴിയുമ്പോൾ എന്താണ്? സൈസ് ഓഫ് ദി ആറ്റം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രൂപ്പിൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ അയനൈസേഷൻ താല്പര്യം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതിന്റെ ഓപ്പോസിറ്റ് അട്രാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഔട്ടർ ഷെൽ ഡിക്രീസസ് എന്നാണ് കാരണം. മനസ്സിലായില്ലത്? ഓക്കെ, ദെൻ അടുത്തത് പീരിയോഡിക് ടേബിള് ചാപ്റ്ററിൽ ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യനുമായി റിപ്പീറ്റുമായി. ഇനി ഇതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഇതിന് വരില്ല കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക. ഇനി ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ചാപ്റ്റർ ഇൻ ഫസ്റ്റ് ഇയർ. ക്ലിയർ? ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. 8 മാർക്കാണ് ഇതിൽ ചോദിക്കുന്നത്. ക്ലിയർ? ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാം നന്നായിട്ട് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്, പഠിക്കാൻ എളുപ്പവുമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അത് മാത്രമല്ല കേട്ടോ, എല്ലാ ചാപ്റ്ററും ഇതുപോലെ തന്നെ പഠിക്കണം. ഈ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിച്ചോളണം. ഫുൾ മാർക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോ തുടങ്ങാം നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What do you understand by bond pair electrons and lone pair electrons? Bond pair, lone pair electrons എന്താണെന്നാണ് അക്കോർഡിംഗ് ടു VSEPR തിയറി. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയാണ് VSEPR തിയറി. അതനുസരിച്ച് ഇലക്ട്രോണുകൾ ബോണ്ട് ചെയ്തിരുന്നാൽ
ബോണ്ട് ചെയ്തിരിക്കുക, രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്തിരുന്നാൽ ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ബോണ്ട് ഫോർമേഷൻ ആർ കോൾഡ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. But electron pairs which are not involved in bond formation are called lone pair of electrons. For example, അമോണിയ മോളിക്യൂൾ നോക്കുക, NH3 നോക്കുക. ഈ NH3 നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. നൈട്രജനില് 5 ഇലക്ട്രോൺ ആണ് ഔട്ടർ ഷെൽ ഉള്ളത്, 5 ഇലക്ട്രോൺ. അതില് ഒരു ഇലക്ട്രോൺ ഒരു ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തു, അടുത്ത ഇലക്ട്രോണും ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തു, മൂന്നാമത്തെ ഇലക്ട്രോണും ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തു. കണ്ടോ? ഇപ്പോൾ എന്താണ്? 3 പേര് ബോണ്ട് പെയർ ആയി. ഈ 3 എന്താണ്? ബോണ്ട് പെയർ ആണ്. ഇനി ഇതിലെ ഒരു ജോഡി ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ഈ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കാതിരിക്കുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ. ഇനി ഇവരെ ഈ 1, ഈ 2, ഈ 3, ഈ 3 ജോഡികളുടെ പേരാണ് ബോണ്ട് പെയർ. ബോണ്ട് പെയറും ലോൺ പെയറും. ഇതാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം ഡെഫിനിഷൻ എഴുതണം. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇലക്ട്രോൺ പെയർസ് ഇൻവോൾവ്ഡ് ഇൻ ബോണ്ട് ഫോർമേഷൻ. ഇലക്ട്രോൺ പെയർസ് ഇൻവോൾവ്ഡ് ഇൻ ബോണ്ട് ഫോർമേഷൻ. ഇൻവോൾവ്ഡ് ഇൻ ബോണ്ട് ഫോർമേഷൻ. ബോണ്ട് ഫോർമേഷൻ പങ്കെടുത്തിരിക്കുന്ന ഇലക്ട്രോണുകൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയർ. മനസ്സിലായത്? അതാണ് ബോണ്ട് പെയർ. ഇനിയോ ഇലക്ട്രോൺ പെയർസ് which are not involved in bond formation, which are not involved in bond formation. Clear? Bond formation പങ്കെടുക്കാത്ത ഇലക്ട്രോണുകൾ. ക്ലിയർ? അവർ വിളിക്കുന്ന പേരാണ് ലോൺ പെയർ. വീഡിയോ ഇങ്ങനെ ബോണ്ട് പെയർ ലോൺ പെയർ ഡിഫൈൻ ചെയ്യണം എന്നൊരു ഡയഗ്രാം വരച്ച് കാണിക്കണം. ക്ലിയർ? ഷെയർ ചെയ്തിരിക്കുന്നവരെ ബോണ്ട് പെയർ എന്നും ഷെയർ ചെയ്യാത്തവരെ ലോൺ പെയർ എന്നും പറയും. ഓക്കെ, 2 മാർക്കായി. അടുത്തത് explain the bond pair electrons and lone pair electrons of H2O and NH3 molecules with the suitable drawings. അപ്പൊ ഇത് NH3 ലെ ബോണ്ട് പെയറും ലോൺ പെയറുമാണ്. ഇനിയോ H2O കൂടി കാണിക്കണം. കേട്ടാ? H2O കൂടി കാണിക്കണം. കണ്ടോളൂ, H2O വരയ്ക്കുമ്പോൾ H2O ഒരു സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. ഓക്സിജന്റെ ഔട്ടർ ഷെല്ലിന് 6 ഇലക്ട്രോൺ ഉള്ളത്. ഈ 6 ഇലക്ട്രോണിൽ 2 എണ്ണം ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യും. ഇത് ഹൈഡ്രജൻ ആണ്. കണ്ടാ? അപ്പൊ ഇത് ഇങ്ങനെ വരച്ചാൽ മതി. കണ്ടാ? അടുത്തത് ഇതും അത് അടുത്ത ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഇതിങ്ങനെ വരച്ചാൽ മതി. കണ്ട? ഇനിയോ 2 ലോൺ പെയർ ഉണ്ട്, അത് ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം. കണ്ടോ? അപ്പൊ ഇത് ലോൺ പെയർ, ഇത് ലോൺ പെയർ, ഇത് ബോണ്ട് പെയർ, ഇത് ബോണ്ട് പെയർ. കണ്ടോ? ഇങ്ങനെ കാണിക്കും. മനസ്സിലായില്ലത്? അപ്പൊ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണ് വാട്ടറിൽ. ഇനി അമോണിയയിൽ ഒന്നുകൂടെ കാണിക്കാം. നൈട്രജനിലൊരു ലോൺ പെയർ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ലോൺ പെയർ LP എന്ന് കാണിക്കാം. ഇനിയോ ഇവിടെ ഹൈഡ്രജൻ ആണ്. അടുത്തത് ഹൈഡ്രജനുമായിട്ട് അടുത്ത ബോണ്ട് പെയർ വന്നിരിക്കുന്നു. ക്ലിയർ? അടുത്ത ഹൈഡ്രജനുമായിട്ട് അടുത്ത ബോണ്ട് പെയർ വന്നിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഇത് BP ആണ്, ഇതും BP ആണ്, ഇതും എന്ത് തന്നെയാണ്? BP ആണ്. കണ്ടോ? ബോണ്ട് പെയർ ലോൺ പെയർ കാണിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. കാണിച്ചു. കണ്ടോ? 3 മാർക്കാണ് ഈ 2 ഡ്രോയിങ്. 2 ഡെഫിനിഷൻ 2 മാർക്ക്, അങ്ങനെ 5 മാർക്കാണ്. മൊത്തം ഈ ചാപ്റ്ററിന് 7 മാർക്ക് കേട്ടോ. ഓക്കെ, 8 അല്ലെങ്കിൽ 7. ഓക്കെ.